മറ്റൊരു വാർത്ത, കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ടവധിയിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. ലാൻഡ് റവന്യൂ കമ്മീഷണർക്കാണ് റിപ്പോർട്ട് നൽകുക. അന്വേഷണത്തിന്റെ ഭാഗമായി കോന്നി തഹസീൽദാരിൽ നിന്ന് കളക്ടർ വിശദീകരണം തേടിയിരുന്നു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, വിവിധ തലങ്ങളിൽ നിന്ന് കളക്ടർ വിശദീകരണം തേടിയ ശേഷമാണ് ഇന്ന് റിപ്പോർട്ട് നൽകുന്നത്. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. എന്താണ് കോന്നിയിലെ കാര്യങ്ങൾ? ഫിജി, ഇന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. നേരത്തെ ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ കുഞ്ഞച്ചൻ, അതായത് കോന്നി താലൂക്കിലെ തഹസീൽദാർ അവധിയിൽ പോയിരിക്കുകയും ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്ന കുഞ്ഞച്ചനിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു. മാത്രവുമല്ല, ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെയും വിശദീകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദിവ്യ എസ് അയ്യർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു സംഭവമുള്ളത്, ജോയിന്റ് കൗൺസിൽ, അതായത് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സർവീസ് സംഘടനയായ NGO അസോസിയേഷനും ജീവനക്കാരെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തിയപ്പോഴേക്കും CPM-ഉം അതുപോലെ തന്നെ NGO യൂണിയനും ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടും വളരെ ഏത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക എന്നുള്ള കാര്യത്തിലും പലർക്കും ഉത്കണ്ഠയുണ്ട്. കാരണം ഞാൻ ജില്ലാ കളക്ടറുമായി ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരും വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല. അതിനകത്ത് സർവീസ് ചട്ടങ്ങൾ അധികരിച്ചായിരിക്കും, അല്ലെങ്കിൽ സർവീസ് ചട്ടങ്ങളെ നോക്കിക്കൊണ്ട് മാത്രമായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് മാത്രമാണ് അവർ പറയുന്നത്. കാരണം പ്രധാനമായും ഇതിനകത്തുള്ള കാര്യങ്ങൾ ഈ ലീവ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ജീവനക്കാർക്ക് ലീവ് എടുത്ത് പുറത്തു പോകുന്നതിനോ അല്ലെങ്കിൽ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതിൽ ജോലിക്ക് എത്താതിരുന്നവർ ഇവർ ഉല്ലാസയാത്രയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇവർ 20-ൽ താഴെയാണ് ഉള്ളത്. ഇവർക്കെതിരെ എന്ത് നടപടിയാവും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവർക്കെതിരെ ഏത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും ജില്ലാ കളക്ടർ നൽകുക എന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഈ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ജോയിന്റ് കൗൺസിലിന്റെ. ആദ്യ ദിവസം തന്നെ MLA-ക്ക് എതിരെ CPI രംഗത്ത് വന്നിരുന്നു. അതായത് MLA-ക്ക് ഹാജർ പുസ്തകം പരിശോധിക്കാനോ അല്ലെങ്കിൽ ഓഫീസിൽ പരിശോധന നടത്തണോ എന്ത് അധികാരം എന്ന നിലപാടിലായിരുന്നു CPI ജോയിന്റ് കൗൺസിലും. അതുപോലെ തന്നെ അവിടെ ജീവനക്കാരുടെ ഫേസ്ബുക്കിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഉത്തരവാദിത്വപരമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സമർപ്പിക്കും എന്ന നിലപാടിലാണ് KV ജിനീഷ് കുമാർ MLA-യും CPM ജില്ലാ നേതൃത്വവും. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു പ്രശ്നം കൂടിയാണ്. നേരത്തെ തന്നെ കോന്നി താലൂക്ക് ഓഫീസിൽ പലപ്പോഴും ജോയിന്റ് കൗൺസിൽ, അതായത് CPI-യുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന് മേൽക്കൈയുണ്ട് എന്നുള്ള ഒരു വർത്തമാനം പൊതുവെ ഉണ്ടായിരുന്നു. MLA പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്ത തരത്തിൽ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് CPM ജില്ലാ നേതൃത്വവും കാണുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇതിനകത്ത് ഇത് ഒരു വിവാദമായത് ഇവരുടെ ഉല്ലാസയാത്രയ്ക്ക് പോയ വാഹനമാണ്. ഈ വാഹനം ഒരു പാറക്കോറി ഉടമ അവർക്ക് സൗജന്യമായി നൽകിയതാണ് എന്നായിരുന്നു MLA-യുടെ വാദം. എന്നാൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വാഹനത്തിന്റെ, അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ വാടകയ്ക്ക് നൽകുന്ന കമ്പനിയുടെ മാനേജർ രംഗത്തെത്തിയിരുന്ന് 35,000 രൂപ വാടക നൽകിയ ശേഷമാണ് ഈ വാഹനം വിട്ടു നൽകിയതെന്നും അവർ പറയുന്നു. അങ്ങനെ നിരവധി വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. നമുക്കറിയാം, MLA അവിടെ ആ സംഭവ സ്ഥലത്ത് എത്തുകയും ഓഫീസിൽ എത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് MLA-ക്കെതിരെ ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. MLA-യുടെ ഇക്കാര്യത്തിലുള്ള വാദങ്ങളും ഒക്കെ ഇപ്പോൾ പ്രതിവാദങ്ങളും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു? MLA ഇപ്പോഴും നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, ഇതൊരു സ്പോൺസർ ചെയ്ത ടൂർ പ്രോഗ്രാമാണ് തുടങ്ങിയ കാര്യങ്ങളിൽ MLA ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. മാത്രവുമല്ല, MLA-ക്ക് CPM ജില്ലാ നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണ കൂടി ലഭിച്ചതോടെ MLA അല്പം പോലും പിന്നോട്ട് പോയിട്ടില്ല. ജീവനക്കാർ വീഴ്ച വരുത്തിയിരിക്കുന്നു. കാരണം 63ഓളം ജീവനക്കാരുണ്ടായിരുന്ന കോന്നി താലൂക്ക് ഓഫീസിലെ റവന്യൂ വിഭാഗത്തിൽ ഇതൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം വെള്ളി, ശനി, ഞായർ, വെള്ളിയാഴ്ച അവധിയെടുത്തു, ശനിയും ഞായറും അവധിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച ഇങ്ങനെ കൂട്ടവധി എടുത്തു പോയത് വഴി നിരവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ നിന്നും ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് കോന്നി താലൂക്ക് ഓഫീസിൽ എത്തുന്നത്. ഇവർക്ക് തന്നെ ഏറെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു. ഇവരുടെ ബുദ്ധിമുട്ടുകൾ വലിയ പ്രശ്നം തന്നെയാണ്. മാത്രമല്ല, ഒരു അംഗപരിമിതൻ ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നു. അയാളുടെ ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട് MLA മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ ഈ അംഗപരിമിതനെ എത്തിച്ചൊരു നാടകം കളിക്കുകയായിരുന്നു എന്ന ജീവനക്കാരുടെ ഒരു വിഭാഗം നേരത്തെ ഫേസ്ബുക്കിലൂടെ തന്നെ MLA-യെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള
വാചകങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം തന്നെ വലിയ വിവാദങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും MLA പറയുന്നത് അനുകൂലമായ, തനിക്ക് അനുകൂലമായ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്ക് എതിരെയുള്ള റിപ്പോർട്ടായിരിക്കും ജില്ലാ കളക്ടർ സമർപ്പിക്കുക എന്ന നിലപാടിൽ തന്നെയാണ് MLA. ബിനോയ്, ഇതിലെ രാഷ്ട്രീയ വിവാദം ഏത് തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് CPM CPI പോര് അവിടെ പ്രാദേശികമായി ഈ കാര്യത്തിൽ ഏത് നിലയിലാണ്? തീർച്ചയായിട്ടും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം CPM ഉം CPI യും പല കാര്യങ്ങളിലും പരസ്പരം പോരടിക്കുന്നതാണ്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ സഹകരണ ബാങ്കുകളുടെ കാര്യത്തിലായാൽ തന്നെ, അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ ഭരണ സംബന്ധിയൊക്കെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ CPM ന്റെയും CPI യുടെയും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം പ്രശ്നമുണ്ടായ ആദ്യ ദിവസം തന്നെ CPI യുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഗോപിനാഥ് തന്നെ രംഗത്ത് വന്നിരുന്നു. അതായത് ജീവനക്കാരെ പിന്തുണച്ചുകൊണ്ടാണ് ഗോപിനാഥ് രംഗത്തെത്തിയത്. ഗോപിനാഥ് പറഞ്ഞത് ജീവനക്കാരുടെ ഭാഗത്തൊന്നും വീഴ്ചയുണ്ടായിട്ടില്ല. KER നിയമം അനുസരിച്ച് ജീവനക്കാർക്ക് അവധിയെടുത്താൽ ടൂറിന് പോകാനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ MLA അനാവശ്യമായി താലൂക്ക് ഓഫീസിലെത്തുകയും ഹാജർ പരിശോധിക്കുന്നതും ശരിയായ നിലപാടല്ല. MLAയുടെ ജോലി നോക്കണം എന്ന നിലപാടിലായിരുന്നു അന്ന് തന്നെ CPIയുടെ ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നത്. അതിനെ CPIയുടെ ജില്ലാ സെക്രട്ടറി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. CPM ആകട്ടെ നേരെ തിരിച്ചുള്ള മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം നിരവധിയായ ആളുകൾ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന ഒരു വനമേഖലയിൽപ്പെട്ട് പ്രവർത്തിക്കുന്ന കോന്നി താലൂക്ക് ഓഫീസില് ഇത് ജീവനക്കാരിങ്ങനെ കൂട്ട അവധിയെടുത്ത് ഉല്ലാസയാത്രയ്ക്ക് പോയത് അത്ര നല്ല ഒരു രീതിയല്ല, നല്ലൊരു ശൈലിയല്ല. കാരണം ജീവനക്കാർ ജനസേവകരാണ്, ജനങ്ങളുടെ നികുതി പണം ആണ് ഇവർക്ക് ശമ്പളമായി കിട്ടുന്നത്. അതുകൊണ്ട് ജനങ്ങളെ സേവിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതല്ലാതെ മറിച്ച് പാറക്കോറികളുടെയും മറ്റു മണൽ മാഫിയയുടെയൊക്കെ പിന്തുണയോടുകൂടി ഇങ്ങനെ ടൂറിന് പോകുന്ന നിലപാടിന് യോജിക്കാൻ കഴിയില്ല. ഇവർക്കെതിരെ കർശന നിലപാട് വേണമെന്ന് CPM ആവശ്യപ്പെട്ട് CPM രംഗത്തെത്തിയിരുന്നു. ഇത് CPM CPI നേതൃത്വങ്ങൾ തങ്ങളിലുള്ള ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരിന് വരെ വഴിവെക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം CPMന്റെ സർവീസ് സംഘടനയായ NGO യൂണിയൻ MLA പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ CPM നിലപാട് ശരിയാണ് എന്ന് പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതായത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്ന് അവർ ഉല്ലാസയാത്ര പോയ ജീവനക്കാർക്കെതിരെ നടപടി വേണം, ഓഫീസിന്റെ പ്രവർത്തനം സ്ഥാപിപ്പിച്ചതിനെതിരെ നടപടി വേണം. ഇത്തരം ആവശ്യങ്ങൾ NGO യൂണിയൻ ആവശ്യപ്പെട്ടു. അതേസമയം CPIയുടെ സംഘടനയായ ജോയിന്റ് കൗൺസിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംഘടനയായ NGO അസോസിയേഷനും ഇപ്പോഴും ജീവനക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ശരി ബിനോയ്.